ബിഎൽഒമാരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിഎൽഎക്കെതിരെ സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചരണം നടത്തിയാലും നടപടിയുണ്ടാകും. പ്രയാസം നേരിടുന്ന ബൂത്ത് ലെവൽ ഓഫീസർമാരെ സഹായിക്കും. സമരത്തിൽ പങ്കെടുത്തതിന് ബിഎൽഒമാർക്കെതിരെ നടപടിയെടുക്കുമെന്നത് തെറ്റായ വിവരമാണെന്നും രത്തൻ ഖേൽക്കർ പറഞ്ഞു. ഇന്നലെ 2-3 സംഭവങ്ങളുണ്ടായിരുന്നു. അതായത് ഇടുക്കിയിലെ മലപ്പുറത്ത് ജില്ലാ കളക്ടർമാർ തന്നെ പറഞ്ഞു, ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന്റെ ജോലി തടസ്സപ്പെടുത്താൻ അവിടെ കുറെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, ആ ജില്ലയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. ബൂത്ത് ലെവൽ ഓഫീസർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ ആസ് ലോങ് ആസ് ഇലക്ഷൻ കമ്മീഷനുടെ ജോലി ചെയ്യുവാണെങ്കിൽ ദാറ്റ് പേഴ്സൺ വിൽ ബി കൺസിഡർഡ് ആസ് ദ പബ്ലിക് സർവൻറ്റ്. അവരുടെ ജോലി ആരെങ്കിലും തടസ്സപ്പെടുത്തുവാണെങ്കിൽ അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നമ്മൾ ഓൾറെഡി ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തിട്ടുണ്ട്. ആസ് പെർ സെക്ഷൻ 121 of BNS, restricting the work or creating a problem for any BLO who is considered as a public servant for the Election Commission of India. അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും. റോഷിപാൽ നമുക്കൊപ്പം. റോഷിപാൽ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ നടന്നുവരുന്ന എന്യൂമറേഷൻ പ്രക്രിയ അത് 97% ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് പൂർത്തിയായിട്ടുണ്ട്. പേര് വെട്ടിയത്, അതുപോലെ തന്നെ ഉൾപ്പെടുത്താൻ കഴിയാതെ പോകുന്നത്, അതേക്കുറിച്ചൊക്കെ ഇന്ന് അദ്ദേഹം ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടി എന്താണ്? നിലവിൽ BLOമാരെ പലയിടങ്ങളിലും തടയുന്ന ഒരു സാഹചര്യമുണ്ട്. അവരുടെ SIR പ്രവർത്തനങ്ങൾ തടയുന്ന ശ്രമം അത് മലപ്പുറത്തും ഇടുക്കിയിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കർശനമായ നിയമ നടപടികളിലേക്ക് നീങ്ങാനുള്ള തീരുമാനമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വെട്ടിമാറ്റുന്ന പേരുകൾ, ആ കാര്യത്തിലടക്കം ഒരു അന്തിമ തീരുമാനമെടുക്കുക അതാത് ബൂത്തുകളിലെ BLOമാർ BLAമാരും ചേർന്നുള്ള യോഗത്തിലാണ്. അങ്ങനെ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചായിരിക്കും വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുക. അങ്ങനെ സുതാര്യമായ രീതിയിൽ സംസ്ഥാനത്ത് SIR നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ഒരു തരത്തിലും രാഷ്ട്രീയ പാർട്ടികളെ വിശ്വാസത്തിലെടുക്കാതെയുള്ള നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകില്ല. BLOമാരെ സമൂഹം പിന്തുണയ്ക്കണം, അവർക്ക് ആവശ്യമായ സഹായം നൽകണം. ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന BLOമാരുണ്ടെങ്കിൽ ആ BLOമാർക്ക് വില്ലേജ് ഓഫീസർമാരുടെ സഹായം വേണം. ആവശ്യമെങ്കിൽ ജില്ലാ കളക്ടർമാരുടെ സഹായവും ലഭ്യമാക്കും. പലയിടങ്ങളിലും ബൂത്തുകളിലേക്ക് ആവശ്യമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരടക്കം സന്ദർശനം നടത്തുമെന്ന് പറയുന്നുണ്ട്. വില്ലേജ് ഓഫീസുകൾ സാങ്കേതിക സഹായം ഉറപ്പുവരുത്തും. യാതൊരു തരത്തിലും SIR നടപ്പിലാക്കുന്നതിന് തടസ്സമില്ല. അത് കൃത്യമായി നേരത്തെ തീരുമാനിച്ച ദിവസത്തിനകം തന്നെ പൂർത്തിയാകും. ഇത് തീയതി മാറ്റിവെക്കാനുള്ള തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് മാറ്റില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.